ഒരു കുഞ്ഞു കഥ പറയാം. ഒരു ദിവസം ഒരു നദിയുടെ കരയിൽ ഒരു തേൾ മറുകര നോക്കി നിൽക്കുകയായിരുന്നു. മറുകരയിൽ അവന് ഭക്ഷണവും സുരക്ഷയും ഉണ്ടായിരുന്നു. പക്ഷെ നീന്താൻ അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഭംഗിയുള്ളൊരു ചിത്രശലഭം അവിടേക്ക് പറന്നു വന്ന് നദിക്കരയിലിരുന്നു. അവർ ഒത്തിരി സംസാരിച്ചു. കൂട്ടത്തിൽ തേൾ ചോദിച്ചു, "കൂട്ടുകാരാ, നീ എന്നെ മറുകര കടക്കാൻ സഹായിക്കുമോ? എനിക്ക് നീന്താൻ അറിയില്ല." ചിത്രശലഭം കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, "എനിക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ നീ എന്നെ കുത്തിയാൽ?" തേൾ തലതാഴ്ത്തി ശാന്തനായി പറഞ്ഞു, "ഞാൻ നിന്നെ കുത്തിയാൽ നീ വീഴും, നീ വീണാൽ ഞാനും വീഴും. അതെൻ്റെ അന്ത്യമായിരിക്കും. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?" ചിത്രശലഭം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ഒരു അപേക്ഷ മാത്രമേ കണ്ടുള്ളൂ. "ശരി," അവൻ പറഞ്ഞു, "ഞാൻ നിന്നെ വിശ്വസിക്കുന്നു." അവൻ കൂട്ടുകാരനെ തൻ്റെ കാലുകളാൽ ഉയർത്തി ഇരുവരും ചേർന്ന് നദിക്ക് മുകളിലൂടെ പറക്കാൻ തുടങ്ങി. പക്ഷെ നദിയുടെ നടുവിലെത്തിയപ്പോൾ ഒരു വലിയ കാറ്റ് വീശി. ചിത്രശലഭത്തിന് അടിതെറ്റി. പേടിച്ചരണ്ട തേൾ ശലഭത്തിൻ്റെ മുതുകിലേക്ക് ചാടിക്കയറി. ഈ വെപ്രാളത്തിനിടയിൽ അത് സ്വയം അറിയാതെ ചിത്രശലഭത്തെ കുത്തി. വേദനയിൽ വിറച്ചുകൊണ്ട് ചിത്രശലഭം പറഞ്ഞു, "എന്തിന്? ഞാൻ നിന്നെ വിശ്വസിച്ചില്ലേ?" അവർ താഴേക്ക് വീഴുമ്പോൾ തേൾ മൃദുവായി പറഞ്ഞു, "എനിക്ക് നിന്നെ വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു. പക്ഷെ അതെൻ്റെ സ്വഭാവമാണ്. അത് മാറ്റാൻ എനിക്ക് കഴിയില്ല." ഓർക്കുക, കൂടെയുള്ളവരോട് കരുണയും സഹാനുഭൂതിയും നല്ലതാണ്. എന്നാൽ അത് സ്വന്തം നാശത്തിനാകരുത്. ചിലർക്ക് അവരുടെ സ്വഭാവത്തിനെതിരായി പെരുമാറാൻ കഴിയില്ല. അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വഭാവ ന്യൂനത കൊണ്ടല്ല, അവർ അങ്ങനെയാണ് എന്നതിനാലാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും വൈകിട്ട് 7 മണിക്ക് ഒരു പുതിയ കഥയുമായി ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം.